നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 20-കാരിയെ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രത്യേക തെളിവെടുപ്പിനായി വീട്ടിലേക്ക് എത്തിച്ചു. ചോറ്റാനിക്കരയ്ക്ക് സമീപമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം യുവതി വീടിനുള്ളിൽ കഴുത്തിൽ കയർ മുറുക്കി പരിക്കേറ്റ നിലയിലും കയ്യിൽ മുറിവേറ്റ നിലയിലും കണ്ടെത്തിയത്. 2 ദിവസമായി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഈ പെൺകുട്ടി. പെൺകുട്ടിയെ പ്രതി അനൂപ് അതിക്രൂരമായി ഉപദ്രവിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടിയുടെ ശരീരത്ത് പലയിടത്തും ഇടിയേറ്റ പാടുകളുണ്ട്. ഷോൾ മുറുക്കി ശ്വാസം മുട്ടിച്ചത് അനൂപ് തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയായ അനൂപ് സംശയരോഗിയാണെന്നും പോലീസ് പറഞ്ഞു വെക്കുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയുമായി കഴിഞ്ഞ 1 വർഷമായി അനൂപ് അടുപ്പത്തിലായിരുന്നു. മറ്റു സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നത് അനൂപിന് ഇഷ്ടമായിരുന്നില്ല. സംഭവം നടന്ന ദിവസവും അനൂപ് ഈ വീട്ടിലേക്ക് എത്തി. ഈ സമയത്ത് പുറത്ത് ഒരാളെ കാണുകയും പെൺകുട്ടി വിളിച്ചിട്ട് വന്നയാളാണ് ഇയാളെന്നും അനൂപ് കരുതി. ഇതിന്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് പെൺകുട്ടി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടിക്ക് അതിക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആയുധം ഉപയോഗിച്ചാണോ മർദ്ദിച്ചതെന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. പെൺകുട്ടി ഷോൾ ഉപയോഗിച്ച് ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചു. എന്നാൽ ഈ ഷോൾ അനൂപ് മുറിക്കുകയും പിന്നീട് ഈ ഷോൾ കൊണ്ട് കുട്ടിയുടെ കഴുത്തിൽ മുറുക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. ആശുപത്രിയിൽ കഴിയുന്ന പെൺകുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. ഗുരുതരമായ അവസ്ഥയിലാണുള്ളത്. ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതിനു മുമ്പാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നത്. പ്രതി അനൂപിന്റെ ക്രൂരതയുടെ വിശദാംശങ്ങൾ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് കിട്ടാതായതോടെയാണ് രാത്രി വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തിയ ഉടൻ പെൺകുട്ടി അനൂപ് മർദ്ദിച്ചു. ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു. പെൺകുട്ടി വിസമ്മതിച്ചതോടെ ലൈംഗികമായി ഉപദ്രവിച്ചു. തല ഭിത്തിയിൽ ഇടിപ്പിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. ഇതോടെ താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പെൺകുട്ടി ഷോൾ എടുത്ത് ഫാനിൽ കെട്ടി കഴുത്തിൽ കുരുക്കി. പോയി ചത്തോ എന്ന് അനൂപ് ആക്രോശിച്ചതോടെ പെൺകുട്ടി ഫാനിൽ തൂങ്ങി. പെൺകുട്ടിയുടെ മരണവിപ്രാളം കണ്ട് അനൂപ് ഷോൾ മുറിച്ചു. താഴെ വീണ പെൺകുട്ടിയുടെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ മുഖം അമർത്തി പിടിച്ചു. ഇതോടെയാണ് കുട്ടി അബോധാവസ്ഥയിലായത്. 4 മണിക്കൂറോളം വീട്ടിൽ നിന്ന് അനൂപ് കുട്ടി മരിച്ചെന്ന് കരുതി വീടിന്റെ പിന്നിലൂടെ രക്ഷപ്പെട്ടുവെന്ന് പോലീസ് വെളിപ്പെടുത്തി. ബലാത്സംഗം, വധശ്രമം എന്നീ വകുപ്പുകളാണ് നിലവിൽ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായാണ് തുടരുന്നത്. നിലവിൽ വെന്റിലേറ്ററിലാണ് അതിജീവിത. തന്റെ എതിർപ്പ് മറികടന്ന് മകളുടെ അനൂപ് പലപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ അമ്മ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നെന്നും ഇയാളുടെ ഭീഷണിയെ തുടർന്ന് താൻ താമസം മാറിയിരുന്നുവെന്നും അവർ പറഞ്ഞു. പ്രതി പെൺകുട്ടിയുടെ വീട്ടിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാരും പ്രതികരിച്ചു. സമീപവാസികളെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. നാട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. അതേസമയം പെൺകുട്ടിയെ കണ്ടെത്തിയത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. കട്ടിലിന് താഴെ കിടക്കുന്ന നിലയിൽ ഒരു ബന്ധുവാണ് കുട്ടിയെ കണ്ടത്. കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. നാവ് കടിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥലത്ത് കയറൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസ് എത്തിയാണ് പിന്നീട് പെൺകുട്ടി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.